ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻഡോമി നൂഡിൽസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാനിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതൊരു പാക്കിൽ 5 പീസ് ഉണ്ടാവും കേട്ടോ. ഒരാൾക്കൊരു പാക്കറ്റ് ഒരു നേരം കഴിക്കാൻ പാകമാവും കേട്ടോ. നമുക്ക് മറ്റ് വെജിറ്റബിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇതിൽ 2 മസാലയാണ് വരുന്നുള്ളത്. കുറച്ചൊരു ഉപ്പും പിന്നെ എന്തൊരു ചാറ്റ് മസാല ആയിട്ട് എന്തൊരു ഇതാ വരുന്നത്. ആ ഉപ്പ് നമ്മൾ മുഴുവനായിട്ട് ഇട്ടാൽ നല്ല കുത്തുന്ന ഉപ്പായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മറ്റേ ആ മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് വെള്ളം നന്നായിട്ട് തിളക്കണം. കുറച്ച് ഉപ്പ് ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം നന്നായിട്ട് തിളക്കാൻ വെക്കണം. ഞാൻ ആ പാക്കറ്റ് ഒരു ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 4 പേക്കെങ്ങാണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ച് സൺഫ്ലവർ ഓയിൽ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വീഡിയോയിൽ കാണുന്നില്ല. ഞാൻ ആ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയി എന്നാണ് തോന്നുന്നത്. ഞാൻ രാവിലെയൊക്കെ ഈസി ആയിട്ട് ചില ദിവസം മടി പിടിച്ചിരിക്കുന്നൊക്കെ ടൈമിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് യൂസ് ചെയ്യൽ. ഇൻഡോമി കേട്ടോ. മറ്റേ നൂഡിൽസിനേക്കാളൊക്കെ മക്കൾക്കൊക്കെ ടേസ്റ്റായിട്ട്, എനിക്കും അത് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. പിന്നെ ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ടതില്ലല്ലോ. ഇതിലുള്ളത് മാത്രം യൂസ് ചെയ്തിട്ടല്ലേ. നന്നായി തിളച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്തിട്ട് ഈ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് എന്തെങ്കിലും വെജിറ്റബിൾസോ എഗ്ഗോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഞാൻ ഈ ടൈമിലാട്ടോ ഒഴിച്ചിട്ടുള്ളത്. വെള്ളത്തിലേക്ക് ആഡ് ചെയ്താലും മതി. ഞാൻ കൂടുതൽ ടൈമിൽ അങ്ങനെ ചെയ്യൽ. ഇതിപ്പോൾ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. പെട്ടെന്നൊക്കെ മക്കളൊക്കെ വിശക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പി ആട്ടോ. ഇങ്ങനെ സൂപ്പായിട്ട് അങ്ങനെയും മക്കൾ കഴിക്കാറുണ്ട് കേട്ടോ. സൂപ്പ് പോലെ കുറച്ചുകൂടെ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കിടന്ന് നന്നായി തിളച്ച് ഇത് വെന്തതിന് ശേഷം കുറച്ച് നനവോട് കൂടിയിട്ട്, അതായത് നല്ല വെള്ളം ഉണ്ടാവില്ല, ചെറുതായിട്ട് ഇങ്ങനെ വറ്റി വരുന്ന ആ സ്റ്റേജിൽ ഒരു ബോളൊക്കെ ആക്കി കൊടുത്താൽ അതും മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.